ഇനിയൊരു എമർജൻസി സാഹചര്യം ഉണ്ടായാൽ നമ്മളാരും തൃശ്ശൂർക്കോ കോയമ്പത്തൂർക്കോ പോകേണ്ട. അപകടങ്ങളും അത്യാഹിതങ്ങളും സമയം നോക്കി വരുന്നതല്ലല്ലോ. എമർജൻസി മെഡിസിനിൽ ഏറ്റവും വിലപ്പെട്ടത് സമയമാണ്. ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ പാലക്കാട്ടുകാർ ആദ്യം ഓടിച്ചെല്ലുന്നത് തൃശ്ശൂരോ എറണാകുളമോ കോയമ്പത്തൂരാണ്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം പാലക്കാട് കിംസ് അവറ്റീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ കൂടെ കിംസ് അവറ്റീസ് ഹോസ്പിറ്റലിലെ സാവിത്രി മനു മാഡം കൂടെയുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എമർജൻസി മെഡിസിൻ്റെ ഹെഡാണ്. നമ്മുടെ പാലക്കാട്ടുകാർക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ട്, എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ നേരെ പോകുന്നത് തൃശ്ശൂർ ഇല്ലെങ്കിൽ കോയമ്പത്തൂർ. അപ്പോൾ അതിനൊരു മാറ്റം നമ്മുടെ കിംസ് അവറ്റീസ് കൊണ്ടുവരും. എമർജൻസിയിൽ വരുന്ന ഒരു രോഗിക്ക് അത്യാവശ്യം വേണ്ട ഇനീഷ്യലി സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ചികിത്സ ആദ്യത്തെ കാര്യം. 2, അവർക്ക് വേണ്ട ഇമേജിങ്, CT ആവട്ടെ, MRI ആവട്ടെ, ഇതൊക്കെ നമുക്ക് നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. കാരണം നമുക്കറിയാം എമർജൻസി മെഡിസിനിൽ ഏറ്റവും വിലപ്പെട്ടത് സമയമാണ്. ആ സമയത്തിനുള്ളിൽ ഏറ്റവും അടിയന്തരമായ ചികിത്സ, അതാണ് ഞങ്ങൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ട്രോമ, സ്ട്രോക്ക്, ഹൃദയാഘാതം, പാമ്പ് കടി, അങ്ങനെ അടിയന്തര സർജറി വേണ്ട സാഹചര്യങ്ങൾ എന്തിനും 24 മണിക്കൂറും ഞങ്ങളുടെ എമർജൻസി പ്രവർത്തന സജ്ജരാണ്. പരിചയസമ്പന്നരായ എമർജൻസി ഫിസിഷ്യന്മാർ, അതുപോലെ വേഗത്തിലുള്ള പരിശോധന, അടിയന്തര ചികിത്സാ സൗകര്യങ്ങൾ, ഇതെല്ലാം 24 മണിക്കൂറും ഇന്ന് കിംസ് അവറ്റീസിൽ ലഭ്യമാണ്. ഇനിയൊരു എമർജൻസി സാഹചര്യം ഉണ്ടായാൽ നമ്മളാരും തൃശ്ശൂർക്കോ കോയമ്പത്തൂർക്കോ പോകേണ്ട. കിംസ് അവറ്റീസ് എല്ലാ എമർജൻസീസും നേരിടാൻ സജ്ജരായിട്ട് നിങ്ങളോടൊപ്പമുണ്ട്. കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇന്ത്യയിലെ 27ാമത്തെ ആശുപത്രി ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. കേരളത്തിലെ 3ാമത്തെ ആശുപത്രി. ഏതാണ്ട് 8600 ബെഡാണ് ഇന്ന് ഇന്ത്യയിൽ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിനുള്ളത്. പാലക്കാട് ജില്ലയിൽ എല്ലാ ചികിത്സാ സംവിധാനങ്ങളും ഇന്നിവിടെ ആരംഭിച്ചിട്ടുണ്ട്. ക്യാൻസർ ചികിത്സ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ക്യാൻസറിന് വേണ്ടിയുള്ള ഒരു ഡെഡിക്കേറ്റഡ് ക്യാൻസർ ബ്ലോക്ക്, റിസർച്ച് ബ്ലോക്ക്. പാലക്കാട് ജില്ലയിലെ ജനങ്ങൾക്ക് നമുക്ക് കൊടുക്കേണ്ട ഒരു ഉറപ്പൊന്നേ ഉള്ളൂ, ഇനി മുതൽ ചികിത്സ തേടി മറ്റു സംസ്ഥാനങ്ങൾക്കോ മറ്റു ജില്ലകൾക്കോ പോകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിർധനരായ രോഗികളുണ്ടെങ്കിൽ പണമില്ലാത്തതിൻ്റെ പുറത്ത് ചികിത്സ നിഷേധിക്കപ്പെടില്ല. സാമ്പത്തികമായി പിന്നോക്കമുള്ള വ്യക്തികൾക്ക് നമ്മുടെ ചാർജുകൾ ഇളവ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചാർജുകൾ പൂർണ്ണമായി വേണ്ടെന്ന് വെച്ചോ ചികിത്സ കൊടുക്കുവാൻ കിംസ് അവറ്റീസ് ഇന്നു മുതൽ നിങ്ങളോടൊപ്പമുണ്ട്.